നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ലേൺ വിത്ത് നിവേദ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 3ാമത്തെ പാഠഭാഗമായ ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന പാഠഭാഗമാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ പാഠഭാഗം ആരംഭിക്കുന്നത് ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്കിത് വായിച്ചു നോക്കാം. വകാടക രാജാവ് ശ്രീ വിന്ധ്യശക്തി രണ്ടാമൻ്റെ കൽപ്പന പ്രകാരം വിജയവും ദീർഘായുസ്സും ഇഹപരലോകങ്ങളിൽ ക്ഷേമ സമാധാനവും കൈവരിക്കുന്നതിനായി ഈ ഗ്രാമത്തിൻ്റെ പകുതി നാം ബ്രാഹ്മണർക്ക് ദാനമായി നൽകുന്നു. ചതുർവേദങ്ങളാലും മുൻ രാജാക്കന്മാരാലും അംഗീകരിക്കപ്പെട്ട ആചാരപ്രകാരമുള്ള ഒഴിവുകൾ ഈ ഭൂമിദാനത്തിനും ബാധകമായിരിക്കുന്നതാണ്. അവ ഇതര പ്രദേശങ്ങൾ പോലെയല്ല. ഇവിടെ ഭരണം ഉപ്പും മദ്യവും ഊറ്റിയെടുക്കരുത്. രാജകീയ ഖജനാവിലേക്ക് പണമോ ഭക്ഷ്യധാന്യങ്ങളോ ഒടുക്കേണ്ടതില്ല. രാജാവിനായി പൂക്കളോ പാലോ നൽകേണ്ടതില്ല. ഉദ്യോഗസ്ഥർക്ക് പശുവിനെയോ കാളയോ നൽകേണ്ടതില്ല. രാഷ്ട്രത്തിന് സേവനങ്ങൾ നൽകേണ്ട. കുതിര ചമയങ്ങളോ കരിയോ നൽകാൻ ബാധ്യതയില്ല. നിയമപാലകർ ഇവിടെ പ്രവേശിക്കരുത്. രാത്രിയിലായിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കട്ടിലും അടുപ്പും മറ്റും നൽകേണ്ട. രാജാവിന് നികുതി അടക്കേണ്ട. ചരക്ക് കടത്താൻ പണമെടുക്കേണ്ട. ഭൂഗർഭ നിധി നിക്ഷേപങ്ങളുടെ മേൽ അവകാശമുണ്ടായിരിക്കും. ഭൂമി വേലികെട്ടി തിരിക്കാനും മണ്ണുയർത്താനും വലിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാനും അവകാശമുണ്ടായിരിക്കും. ഇതിന് ഹേതുവാവുകയോ ചെയ്യുന്നവരെ നാം പരാതിപ്രകാരം ശിക്ഷിക്കുന്നതാണ്. വകാടക രാജാവായിരുന്ന വിന്ധ്യശക്തി രണ്ടാമൻ, അദ്ദേഹത്തിൻ്റെ കാലയളവാണ് CE 355 മുതൽ 400 വരെ, പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണിത്. രാജാവിൻ്റെ കൈവശമുള്ളതിൽ കുറച്ച് ഭൂമി പ്രത്യേക അവകാശങ്ങളോടെ ബ്രാഹ്മണർക്ക് കൈമാറുന്നത് സംബന്ധിച്ചാണ് ഈ ഉത്തരവിൽ പരാമർശിക്കുന്നത്. ഇത് ഭൂമിദാനം എന്നറിയപ്പെട്ടു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അടുത്തതായി നമുക്ക് ഭൂമിദാനം എന്താണെന്നാണ് പഠിക്കാനുള്ളത്. ഡെക്കാൻ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ ശതവാഹന രാജാക്കന്മാർ അന്നത്തെ സാമൂഹിക ഘടനയിൽ മുന്നിൽ നിന്നിരുന്ന ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്താനായി അവർക്ക് ഭൂമി ദാനം ചെയ്യുന്ന വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചു. CE 4ാം നൂറ്റാണ്ടോടുകൂടി പാടലീപുത്രം കേന്ദ്രമാക്കി അധികാരത്തിൽ വന്ന ഗുപ്ത രാജാക്കന്മാരുടെ കീഴിൽ ഈ വ്യവസ്ഥ വിപുലമാക്കപ്പെട്ടു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ഭൂമിദാനം ഏത് രാജാവിൻ്റെ കീഴിലാണ് വ്യവസ്ഥ വിപുലമാക്കപ്പെട്ടത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് ഭൂമിദാനത്തിലെ വ്യത്യാസമാണ് പഠിക്കാനുള്ളത്. പ്രധാനമായും 2 രാജാക്കന്മാരാണ് ഭൂമിദാനം കൂടുതലായും ഉപയോഗിച്ചത്: ഗുപ്തന്മാരും ശതവാഹന്മാർ. ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രം നൽകി. ഗുപ്തന്മാർ ഭൂമിയിലെ വിഭവങ്ങളോടൊപ്പം അവിടെ വസിക്കുന്ന ജനങ്ങളുടെ മേലുള്ള അധികാരങ്ങളും നൽകി. അതായത് ശതവാഹന്മാർ ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രമാണ് നൽകിയത്. പക്ഷേ ഗുപ്തന്മാർ ഭൂമിയിലെ വിഭവങ്ങളോടൊപ്പം അവിടെ വസിക്കുന്ന ജനങ്ങളുടെ മേലുള്ള അധികാരങ്ങളും നൽകിയിരുന്നു. അടുത്തതായി നമുക്ക് ഗുപ്തകാലത്തെ ഭൂമിദാന പ്രക്രിയയിൽ ഉണ്ടായ മാറ്റങ്ങളാണ് പഠിക്കാനുള്ളത്. ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലെ രാജാവിൻ്റെ സ്വാധീനം കുറഞ്ഞു. ദാനം ചെയ്യപ്പെടുന്ന ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിവിനും നീതിന്യായ നിർവഹണത്തിനുമുള്ള അധികാരം ഭൂവുടമസ്ഥയ്ക്കൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ടു. ദാനമായി കിട്ടുന്ന ഭൂമി തങ്ങൾക്കിഷ്ടമുള്ളവർക്ക് വീണ്ടും ദാനമായി നൽകാനുള്ള അവകാശവും ഭൂമി ദാനമായി കിട്ടിയവർക്ക് ലഭിച്ചു. ക്രമേണ രാജാവും പ്രഭുക്കളും തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫലം പണമായി നൽകാതെ ഭൂമിദാനത്തിൻ്റെ രൂപത്തിൽ നൽകി തുടങ്ങി. രാജാവിൽ നിന്ന് ഏറ്റവും അധികം ഭൂമി ലഭിച്ചത് ബ്രാഹ്മണന്മാർക്കാണെങ്കിലും ക്രമേണ മറ്റ് വിഭാഗങ്ങൾക്കും ഭൂമിദാനം ലഭിച്ചു തുടങ്ങി. ഈ പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും മനഃപ്പാഠം പഠിക്കേണ്ടതാണ്. സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ളവർ മേലെ തട്ടിലുള്ളവർക്ക് നികുതിക്ക് പുറമെ സൗജന്യ സേവനങ്ങളും നൽകേണ്ടതുണ്ടായിരുന്നു. ഈ വ്യവസ്ഥിതിയെ സാമന്ത വ്യവസ്ഥ എന്നും ഇന്ത്യൻ ഫ്യൂഡലിസം എന്നും വിശേഷിപ്പിക്കുന്നു. എന്താണ് ഇന്ത്യൻ ഫ്യൂഡലിസം അഥവാ സാമന്ത വ്യവസ്ഥ എന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്തായാലും ഇത് മനഃപ്പാഠമായി പഠിക്കേണ്ടതാണ്. ഇക്കാലത്ത് കാർഷിക രംഗത്ത് പുരോഗതി പ്രകടമായിരുന്നു. അടുത്തതായി കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച ഘടകങ്ങളാണ് പഠിക്കാനുള്ളത്. കൃഷിക്ക് ഉപയോഗിക്കാതെ കിടക്കുന്ന പ്രദേശങ്ങൾ പോലും കൃഷിക്കുപയുക്തമാക്കി. പുതിയ സാമൂഹ്യ വ്യവസ്ഥിതി കൃഷിക്കാവശ്യമായ തൊഴിൽ ശക്തി പ്രദാനം ചെയ്തു. കൃഷിയുടെ സാങ്കേതിക വിദ്യയും കാലാവസ്ഥയെയും സംബന്ധിച്ച് ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്ന അറിവ്. വിവിധ തരത്തിലുള്ള ജലസേചന മാർഗങ്ങൾ. ഇവയാണ് കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച ഘടകങ്ങൾ.
അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഗുപ്തകാലത്തെ ജലസേചന മാർഗ്ഗങ്ങളാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ആദ്യത്തേത് കനാലുകൾ. കിണറ്റിൽ നിന്ന് ഉയർത്തുന്ന ജലം ചാലുകളിലൂടെ കൃഷിയിടങ്ങളിൽ എത്തിച്ചു. അടുത്തത് കുളം അഥവാ ജലസംഭരണി. മഴവെള്ളം ശേഖരിച്ച് വെച്ച് കൃഷിക്ക് ഉപയോഗിച്ചു. ദക്ഷിണേന്ത്യയിൽ ജലസംഭരണികൾ നിർമ്മിച്ചു. ഉത്തരേന്ത്യയിൽ കുളങ്ങൾ നിർമ്മിച്ചു. അടുത്തത് ഗഡിയന്ത്രം അഥവാ അരകട്ട. ഒരു ചക്രത്തിൽ ഘടിപ്പിച്ച കുടങ്ങൾ ചക്രങ്ങൾ കറക്കുമ്പോൾ വെള്ളം ഉയർത്തി പാടത്തേക്ക് ഒഴുക്കുന്നു. അടുത്തത് മഴവെള്ളം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്സാണ് ഈ മഴവെള്ളം. അടുത്തത് അണക്കെട്ടുകൾ. ഗുജറാത്തിലെ സുദർശന തടാകം സ്കന്ദഗുപ്തൻ പുതുക്കിപ്പണിതു. ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കേണ്ട ഡയഗ്രാമാണ്. അടുത്തതായിട്ട് കൈത്തൊഴിലും വ്യാപാരവും. വിവിധ കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടവർ അവരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ചു. ഇവ ഗിൽഡുകൾ അഥവാ ശ്രേണികൾ എന്നറിയപ്പെട്ടു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ്. ഭരണകൂടം ശ്രേണികൾക്ക് അംഗീകാരം നൽകി. ശ്രേണികളിലെ അംഗങ്ങൾ അതിൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടിയിരുന്നു. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഈ പാഠഭാഗത്തെ പറ്റിയുള്ള ആദ്യത്തെ പാർട്ട് വീഡിയോ ആണിത്. തുടർന്നും നമ്മൾ ഈ പാഠഭാഗത്തെ പറ്റിയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.